വാട്സ്ആപ്പ് ഗേസ് ബോക്സ്മെന്റ് നാസിമാണ്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ തംബ്നെയിൽ നമുക്ക് ഉണ്ടാക്കാം, അതും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു തംബ്നെയിലിന്റെ അട്രാക്ഷൻ കണ്ടു കഴിയുമ്പോഴാണ് വീഡിയോയിലേക്ക് ആളുകൾക്ക് കൂടുതലായിട്ട് കടന്നു വരാൻ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ തംബ്നെയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് അൾട്രാ ക്വാളിറ്റിയിലുള്ള നല്ല തംബ്നെയിൽസ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ച് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. ആദ്യം വൈപ്പിക്കണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ പിക്സൽ ലാബ് ആപ്പ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ എന്നാണ് ആദ്യത്തെ ഇതിന്റെ പേര്. ഇപ്പോൾ ഇത് പിക്ചർ എഡിറ്റർ എന്നാണ് കിടക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പിക്സൽ ലാബ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പിക്ചർ എഡിറ്റർ എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ഇത് ഇൻസ്റ്റാൾ ആക്കുക. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ ഒരു ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. ഇത് ജസ്റ്റ് ഈ ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് യൂട്യൂബ് തംബ്നെയിലാണ് ഇപ്പോൾ നമുക്ക് ക്രിയേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ യൂട്യൂബ് തംബ്നെയിലിന്റെ ആ ഒരു സൈസിലേക്ക് നിങ്ങൾ മാറ്റണം. അതിനു വേണ്ടി ചെയ്യേണ്ടത്, ഇവിടെ ഒരു 3 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇമേജ് സൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കസ്റ്റം 1:1 ആണ് കിടക്കുന്നത്. നമുക്കത് യൂട്യൂബ് തംബ്നെയിലിന്റെ അതേ ആ ഒരു സൈസിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ ഈ കസ്റ്റത്തിന് നേരെയുള്ള ഈ ഒരു ആരോ ഉള്ളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് തംബ്നെയിലിന്റെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഓക്കെ എന്നുള്ള ഈ ഒരു ബട്ടൺ കാണുന്നില്ല, ഈ ഒരു ഓക്കെയിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു യൂട്യൂബ് തംബ്നെയിലിന്റെ സൈസിലേക്ക് ആഡായി വരും. ഇപ്പോൾ ഇവിടെ ഒരു ബോർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ കുറച്ച് കളർഫുൾ ആക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോഴാണ് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഈ താഴെ റോയിലുള്ള 4ാമത്തെ ഓപ്ഷൻ, ഈ ഒരു 2 സ്ക്വയർ ഇരിക്കുന്ന കണ്ടില്ലേ, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കളർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിയന്റ് കളർ എന്നുള്ള 2 ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇതിൽ കളറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരുപാട് കളേഴ്സ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു കളേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്റർഫേസ് മാറി മാറി പല കളറിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് തംബ്നെയിലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രേഡിയന്റ് 2 കളർ നമുക്ക് ഒരുമിച്ച് ഇതേപോലെ ആഡ് ചെയ്യാം. ഇവിടെ കുറെ കാര്യങ്ങൾ ഇവർ തരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. നമുക്ക് ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. അതിനുവേണ്ടി ജസ്റ്റ് ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് വേണ്ട ഇന്റർഫേസിലേക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് വലിക്കുകയോ സ്ക്രോൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കൺവേർട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. പല കളറിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കളേഴ്സ് ഒറ്റ കളറാ വേണ്ടെങ്കിൽ ഈ കളറിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതല്ല, കുറച്ചുകൂടി മനോഹരമാക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിക്ചേഴ്സ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ യൂട്യൂബ് തംബ്നെയിൽ പിക്ചേഴ്സ് ഇടും. ഞാനിവിടെ അതേപോലെ കുറച്ചധികം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ നിന്നും ഏതെങ്കിലും കുറച്ച് തംബ്നെയിൽസിന്റെ ഡെമോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. ദെൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പിക്ചർ ഇതേപോലെ തംബ്നെയിൽ പിക്ചർ കാണാൻ സാധിക്കും. ഞാനിവിടെ ഈ ഒരു നീല കളറാണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇത് ആ ഒരു ഇന്റർഫേസിൽ ഇത് കാണിക്കുന്നുണ്ടായിരിക്കും. ദെൻ ജസ്റ്റ് ഈ ഒരു ടിക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ട് ബട്ടൺ കണ്ടില്ലേ, ഈ റൗണ്ട് ബട്ടൺ റൈറ്റ് സൈഡിൽ റൗണ്ട് ആയിട്ടുള്ള അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫില്ല് ചെയ്ത് വെക്കാൻ സാധിക്കും ഇതേപോലെ. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യണം. ഇതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലെ ഫോട്ടോസ് അല്ലെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ PNG ഇമേജസ് നമുക്ക് വേണ്ട തരത്തിലുള്ളത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിലേക്ക് എപ്പോഴും നമ്മളൊരു പിക്ചർ ആഡ് ചെയ്തതിനേക്കാൾ നല്ലത് PNG ഇമേജ് ആഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പിക്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പിക്ചർ ഈ ഒരു പിക്ചർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ല, നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകുന്നില്ല. അത് വൃത്തികേടായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ ഇതിലേക്ക് ഇട്ട് കഴിയുകയാണെങ്കിൽ ആ ഒരു പിക്ചർ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ കളഞ്ഞിട്ടുണ്ട്.
ഇതിട്ട് കഴിയുമ്പോൾ കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനോട് മാച്ച് ആയിട്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്. ഇത്തരത്തിൽ വരുന്നത് നല്ലൊരു രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ഇത് PNG യിലേക്ക് കൺവേർട്ട് ചെയ്യാം. നോർമൽ ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോണിലൊക്കെ ആണെങ്കിൽ AI ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന ഫോട്ടോസിനെ ഡയറക്റ്റ് ആയിട്ട് PNG യിലേക്ക് അല്ലെങ്കിൽ GIF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഗാലറിയിൽ കിടക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇനി ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് വേണ്ട ഭാഗത്ത് ഏതാണോ PNG യിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AI സംവിധാനത്തോടു കൂടി നമുക്ക് അതിനെ ഒരു ക്ലിപ്പായിട്ട് മാറ്റാൻ പറ്റും. അതിനുശേഷം സേവ് ആസ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആകുന്നുണ്ടായിരിക്കും. ഇത്തരത്തിൽ സേവ് ചെയ്യാം. രണ്ടാമതായിട്ട് ഒരു ഫ്രീ വെബ്സൈറ്റിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ BG റിമൂവ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. BG റിമൂവ് അതായി കാണുന്ന പോലെ ഈ ഒരു BG റിമൂവിൽ ആദ്യം വരുന്ന remove.bg എന്നുള്ള ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഗാലറിയിലെ ഏത് ഫോട്ടോ ആണോ PNG യിലേക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് കഴിയുമ്പോൾ നമുക്കത് റിമൂവ് ആയി ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇതിൽ ഫ്രീ എന്നുള്ള ആ ഒരു സൈസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ആക്കുക. ദെൻ നമുക്ക് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ മൊത്തത്തിൽ മാറിയിട്ട് PNG ഫയലിലേക്ക് ഇത് കൺവേർട്ട് ആയിട്ടുണ്ട്. എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കളയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഇതിലേക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ ആ ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഫ്രം ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പിക്ചർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ ഒരു ടിക്ക് ബട്ടൺ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണ് ഈ ഒരു ഫോട്ടോ വെക്കേണ്ടത് ആ ഒരു സ്ഥലത്ത് ഈ ഒരു ഫോട്ടോ അറേഞ്ച് ചെയ്യണം. ചിലപ്പോൾ വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഈ ഒരു റൗണ്ട് ബട്ടണിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സ്ക്രോൾ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ വലിപ്പം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണിത്. ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതേപോലെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് ഇപ്പോൾ ഒരു ഡാർക്ക്നെസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, ഒരു കളർഫുൾ അല്ലാത്ത രീതിയിൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ റോയിൽ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇപ്പുറത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കളർ ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഈ ഒരു കളർ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ എല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തൃപ്തി വരുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അഡ്ജസ്റ്റ് ആക്കുക. ദെൻ ഈ ഒരു ടിക്ക് ബട്ടൺ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു കളേഴ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കളർ ടോണിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ ഈ ഒരു പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് എന്താണ് എഴുതേണ്ടത് അതിനുവേണ്ടി ജസ്റ്റ് ഈ ന്യൂ ടെക്സ്റ്റ് എന്ന് വന്നിരിക്കുന്നിടത്ത് ഡബിൾ ടാപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു തംബ്നെയിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് എങ്ങനെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഞാൻ അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത്രയും നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ അധികം സൈസ് പ്രശ്നമായിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ എങ്ങനെ സിമ്പിളായി അത്രയുമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുകയാണ്. എങ്ങനെ സിമ്പിൾ ആയി കൂടി നമുക്ക് കൊടുക്കാം. എങ്ങനെ സിമ്പിളായി ഇത്രയും ഭാഗം മാത്രം എടുത്ത് ജസ്റ്റ് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം ഇവിടെ നമുക്ക് ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ താഴെ റോയില് A എന്നുള്ള ആൽഫബറ്റ് കാണാൻ സാധിക്കും. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇപ്പുറത്തേക്ക് സ്ക്രോൾ ചെയ്താൽ സൈസ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോണ്ട് ഒരു രസമില്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെ കുറച്ച് അടിപൊളിയാക്കണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫോണ്ടിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റാം. ഫോൺ സ്റ്റൈൽ മാറ്റാനും വീണ്ടും താഴെ റോയിൽ ഈ ഒരു A ബട്ടണിലാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഫോണ്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഫോണ്ട്സ് നമുക്ക് ഇവർ പ്രീസെറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് മൈ ഫോണ്ട്, ഞാനിവിടെ കുറച്ച് ഫോണ്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈ ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിന്റെ പല ഫോണ്ടുകൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. അതിന്റെ എങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഞാനിവിടെ MLU ബാമ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് അതൊന്ന് ഓക്കെ കൊടുത്തു. അപ്പോൾ അത് കണ്ടില്ലേ, ആ ഒരു ഫോണ്ടിന്റെ മോഡൽ ജസ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ നമുക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ
ഓരോരുത്തരുടെയും ID അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിത് ഇവിടെ ജസ്റ്റ് കാണിച്ചു തരുന്നതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെ സിമ്പിളായി എന്നുള്ളത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ദെൻ ഇതിന്റെ കളർ നമുക്ക് അറേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി തന്നെയും ആ ഒരു A എന്നുള്ള ആൽഫബറ്റ് തന്നെയാണ് താഴത്തെ റോയിൽ കാണുന്നത്. അവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് മാച്ചായ കളർ ഏതാണെന്ന് നമുക്ക് ഓക്കെ ആകുന്നതോ ആ ഒരു കളർ നിങ്ങൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് സെറ്റ് ആക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു മഞ്ഞ കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓക്കെ കൊടുക്കുക. ഇത്തരത്തിൽ മഞ്ഞ കളർ കൊടുക്കുമ്പോഴും നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എഴുത്ത് നല്ല രീതിയിൽ നമുക്ക് മുന്നിലേക്ക് വരുന്നില്ല. അപ്പോൾ അതിനെ കുറച്ചുകൂടി നമുക്ക് ബോൾഡ് ആക്കണം. ഈ ഒരു റോയില് എയിൽ തന്നെ നമുക്ക് താഴേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് സ്ട്രോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സ്ട്രോക്ക്, ഈ ഒരു സ്ട്രോക്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് എനേബിൾ ആക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. എനേബിൾ ചെയ്യുക. ഇവിടെ പല കളേഴ്സ് കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ബാറിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ആ ഒരു സ്ട്രോക്ക് ബാക്കിൽ യെല്ലോയ്ക്ക് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് ആണ് എപ്പോഴും കൊടുക്കാറ്. നമുക്ക് വേണ്ട ഇന്റൻസിറ്റിയിൽ സ്ട്രോക്ക് വിഡ്ത്തിൽ നമ്മളിത് അറേഞ്ച് ആക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഷാഡോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഷാഡോ ഇവിടെ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് നമുക്ക് ആ ഒരു ലെറ്റേഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ നമുക്ക് വേണ്ട ഓപ്പോസിറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു രസമായിട്ടുണ്ട് ഈ ഒരു ഫോണ്ട്. ഇതിന്റെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഫോണ്ട് തന്നെ സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ആൽഫബറ്റിൽ നമുക്ക് കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കോപ്പി ചെയ്യുമ്പോൾ അതിന്റെ ഒരു കോപ്പി ഇവിടെ ക്ലോൺ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ജസ്റ്റ് അതിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. ബാക്കി എന്താണോ നമുക്ക് വേണ്ടത് അതവിടെ എഴുതി കൊടുക്കുക. ഞാനിവിടെ തംബ്നെയിൽ നിർമ്മിക്കാം എന്നുള്ളത് ഓൾറെഡി ഞാൻ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അതും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ ഇത് അറേഞ്ച് ആക്കും. ഇപ്പൊ നിങ്ങൾ തോന്നുന്നുണ്ടായി ഈ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ ബാലൻസ് ആയിട്ട് കിടപ്പുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഇതിന്റെ വലിപ്പം ആയിട്ട് എങ്ങനെ നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് കട്ടാക്കി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഇത് അറേഞ്ച് ആക്കുക. ഇവിടെ ഇപ്പൊ മൊത്തത്തിൽ ഇത് ഫില്ല് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം, അല്ലെങ്കിൽ ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ട് മാറ്റാം. അതേപോലെ എല്ലാ കാര്യങ്ങളും ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതിന്റെ കളർ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആൽഫബറ്റിൽ തന്നെ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കളർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്ട്രോക്ക് കാര്യങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അതും അതേപോലെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിൽ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണ്ട് ഇത്തരത്തിൽ വേണ്ട, കുറച്ചുകൂടി ഒരു വെറൈറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോണ്ട് അല്ലെങ്കിൽ ഈ ഒരു എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആൽഫബറ്റിന്റെ സെക്കൻഡ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇത് സ്ക്രോൾ ചെയ്ത് ഇപ്പുറത്തേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് പ്രിസെറ്റീവ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് എനേബിൾ ആയിരിക്കും കിടക്കുന്നത്. ഇത് ജസ്റ്റ് ഡിസേബിൾ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. ദെൻ നമുക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു കോളം ഇതിൽ വരുന്നുണ്ടായിരിക്കും. ഈ ഒരു 4 കോർണറിൽ നമുക്ക് 4 ഡോട്ട്സ് കാണും. അപ്പോൾ ഈ 4 ഡോട്ട്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പല രീതിയിൽ അല്ലെങ്കിൽ പല ഷേപ്പിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, പല രീതിയിൽ. അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഓക്കെ ആകുന്നത് അതേപോലെ നിങ്ങൾ ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത്തരത്തിലാണ് വളരെ സിമ്പിൾ ആയിട്ടൊരു തംബ്നെയിൽ നിർമ്മിക്കുന്നത്. ഇനി ഈ ഒരു തംബ്നെയിൽ ഹൈ ക്വാളിറ്റിയിൽ നമുക്കിത് സേവ് ചെയ്യണം. അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു മുകളിൽ സേവ് ബട്ടൺ കാണുന്നില്ല, ഈ ഒരു സേവ് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് പ്രൊജക്റ്റ് എന്നും സേവ് ആസ് ഇമേജ് എന്നും ഇതിൽ കാണാൻ സാധിക്കും. നമുക്ക് വേണ്ട സേവ് ആസ് ഇമേജ് ആണ്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ കസ്റ്റം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ അൾട്ര അല്ലെങ്കിൽ വെരി ഹൈ, അൾട്ര കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അൾട്ര കൊടുത്തതിന് ശേഷം സേവ് ടു ഗാലറി എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ഇത് സേവ് ആകുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം ഇത് എത്രത്തോളം ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. ഗാലറി തുറന്നതിന് ശേഷം നമ്മൾ ഈ ഒരു പിക്സൽ ലാബിന്റെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല ഡീസന്റ് ആയിട്ട് ഇവിടെ അൾട്രയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറച്ചുകൂടി കിട്ടും. ഈ ഒരു
തംബ്നെയിൽ ഇനി നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇതേപോലെ ചെയ്തിരിക്കുന്ന തംബ്നെയിൽ, അതേപോലെ തന്നെ ഈ കാണുന്ന തംബ്നെയിലൊക്കെ ഞാൻ ഇതുവഴി തന്നെ ക്രിയേഷൻ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് വളരെ ബേസിക് ആയിട്ട് എങ്ങനെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ നമ്മൾ കണ്ടിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഉറപ്പായിട്ടും ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം സൈനിങ് ഓഫ്. താങ്ക് യു.